ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ റീഡിംഗ് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒത്തിരി പേര് വന്ന് ചോദിച്ചു എന്താണ് റീഡിംഗ് ഇടാത്തതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു രാവിലത്തെ ഫുൾ ഡേ റീഡിംഗ് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്താണ് എനർജി, ഇന്നത്തെ ദിവസം കറണ്ട് എനർജി, നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഒരു ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. കറണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞാൽ വന്നിട്ട് ചോദിക്കും ഞങ്ങളുടെ എനർജി ഞങ്ങൾക്ക് അറിയാം, ചേച്ചിക്ക് വേറെ വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വരുന്ന സമയത്ത് ഏകദേശം 1 മണിയാവുമായിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം കേട്ടോ. ആ സമയം കൊണ്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് രാവിലെയൊക്കെ ഈ പറയുന്ന പോലൊക്കെ വല്ലതും സംഭവിച്ചോ എന്നൊക്കെ നോക്കാം. ഒത്തിരി പേര് വന്ന് ചോദിച്ചു കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഡിയോ വെയിറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടെന്ന് മനസ്സിലായി. പഴയ വീഡിയോയിലൊക്കെ വന്നിട്ട് ഇന്നത്തെ വീഡിയോ വരാത്ത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, പേഴ്സണൽ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇപ്പോൾ നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജീസാണുള്ളത്. ഫസ്റ്റ് കാർഡ് റിസപ്റ്റിവിറ്റിയുടെ കാർഡാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മദർലി അഫെക്ഷനോട് കൂടിയുള്ളൊരു വാത്സല്യം, എല്ലാവരോടും ഭയങ്കര സ്നേഹം വാത്സല്യം ഒക്കെ തോന്നുന്നൊരു ദിവസമായിട്ട് തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾ ആരോടെങ്കിലും വഴക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് അത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്തത് മോശമായിപ്പോയി, അവരെങ്ങനെ ആയിരിക്കും, കഷ്ടമുണ്ട് എന്നാൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ? ആ ഒരു സട്ടിലായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നമുക്ക് തോന്നത്തില്ലേ? ആ ഒരു അവസ്ഥയാണ് ഈ റിസപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹീൽ അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഹീൽഡ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരുടെ പെയിനെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളതിങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അവരുടെ ഹീലിങ്ങിനെ, അവർക്ക് ആവശ്യമുള്ള പെയിനെ മുഴുവൻ നമ്മൾ അബ്സോർബ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ശരിക്കും നമ്മൾ അവരെ ഹീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്, അവർക്ക് ഹീലിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ പ്രശ്നം നമുക്ക് അതിനേക്കാൾ വലിയ ഹീലിംഗ് ആവശ്യമുണ്ടെന്നുള്ളതാണ്. നമുക്ക് റിസപ്റ്റിവിറ്റി വേണം, നമ്മൾ ഹീലിംഗ് റിസീവ് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ. അപ്പോൾ ഒരുപാട് പേര് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അവരെ ഹീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു പരിഹാരം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ നമ്മളും ഹീൽ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് ഈ റിസപ്റ്റിവിറ്റിയുടെ കാർഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം എന്താണ് കുറച്ചും കൂടി നമ്മൾ യൂണിവേഴ്സായിട്ട് അലൈൻഡ് ആയിരിക്കും. നമ്മുടെ എന്താ പറയുന്നത്, കുറച്ചും കൂടി നമ്മൾ ആളുകളോട് കുറച്ച് കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരാളെ തള്ളി പറയാൻ പറ്റാത്തത് നമ്മൾ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അവരെക്കുറിച്ച് കഷ്ടം, പാവം എന്ന് നമുക്ക് ഫീൽ ചെയ്യേണ്ടി വരുന്നൊരു, നമ്മൾ ആ രീതിയിൽ അവരെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ളതാണ് ഈ റിസപ്റ്റിവിറ്റിയുടെ കാർഡ് പറയുന്നത്. ഓക്കെ, ഇന്ന് ഭയങ്കര ഒരു മദർലി അഫെക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഒരുപാട് അഡിക്റ്റീവായിട്ട് നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ അവരെക്കുറിച്ച് ഓർക്കുന്നു. അവരുടെ കാര്യം ഓർക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ഹീൽഡ് ആയിട്ടില്ല എന്ന് ഓർക്കുന്നത്. നിങ്ങൾക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെന്താണ് എല്ലാവരോടും ഒരു മദർലി അഫെക്ഷൻ ആയിരിക്കും മൊത്തത്തിൽ. ഇതിപ്പോൾ കാണുന്നത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരോടൊരു കഷ്ടം, പാവം എന്ന ഫീലില്ലേ, ആ ഫീലാണ് തോന്നാൻ പോകുന്നതല്ല, ഇന്ന് അങ്ങനെയുള്ളൊരു ഫീലായിരിക്കും ഉള്ളത്. അടുത്തത് ഇന്നസെൻസിൻ്റെ കാർഡാണ്. ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ തുടക്കമാണ്. നമുക്ക് നമ്മുടെ ഏറ്റവും പുതിയ തുടക്കം, നമ്മൾ ഒരുപാട് ട്രോമയിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോഴും ആ ട്രോമയുടെ ബാക്കി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട്, വിഷമിപ്പിച്ചുകൊണ്ട്, വെറുതെ ഇരിക്കുമ്പോൾ കരയിപ്പിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നാണ്. വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്നു. ഇത് ഹീലിംഗ് ആവശ്യമുണ്ടെന്ന് പറയുന്ന കാർഡും, ഇത് പ്യുവർലി നിങ്ങൾ ഹീൽഡ് ആയി എന്ന് പറയുന്നൊരു കാർഡുമാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഹീലാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുറേ വേദനകളിൽ നിങ്ങൾക്ക് കൂട്ടായിരിക്കാൻ ഒരാളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആണ് ഈ ഒരു സൺ കാർഡ് എന്ന് പറയുന്നത്. ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളിലേക്കൊരു എന്താണ് പോസിറ്റിവിറ്റി, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് സൺ കാർഡ്. ഇന്നസെൻസ് പറയുന്ന സൺ കാർഡാണ് കേട്ടോ. പുതിയ തുടക്കം എന്നാണ്. ഒരു കൊച്ചുകുട്ടി യാത്ര ചെയ്യുമ്പോൾ കൗതുകത്തോടെ പുറത്തേക്ക് നോക്കിയിരിക്കത്തില്ലേ, അതേ കൗതുകം. പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക, അതൊക്കെയാണ് ഇതിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിഷ്കളങ്കത എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച പെയിനിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ കുത്തൽ കാണും. പണ്ടത്തെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ ഇനിയും പഠിച്ചില്ലല്ലോ എന്നുള്ളൊരു കുത്തൽ കാണും. പക്ഷെ അപ്പോഴും നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. പുതിയ പുതിയ ആളുകൾ, പുതിയ പുതിയ സാഹചര്യങ്ങൾ,
ഒരുപാട് പുതിയ എക്സ്പീരിയൻസുകളൊക്കെ ഇന്നേ ദിവസമാണ് കേട്ടോ. പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരു പുതിയ തുടക്കമാണെന്നാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ഐസൊലേഷൻ. ഇത് ഒരു ഇൻഡിസിഷൻ ആവുന്ന അവസ്ഥയാണ്. അതായത് നിങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ട സാഹചര്യമാണ്, പക്ഷേ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ തീരുമാനം എടുക്കാതെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ക്രൂഷ്യൽ, നിങ്ങളുടെ ലൈഫിലൊരു ക്രൂഷ്യൽ പോയിന്റിലായിരിക്കും ചിലപ്പോൾ നിങ്ങളിന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊരു അറിയാൻ വയ്യാത്തൊരു സാഹചര്യം ഇന്ന ദിവസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരിക്കും ചിലപ്പോൾ നിങ്ങളിന്ന് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. വളരെ ക്രിയേറ്റീവാണ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ ക്രിയേറ്റിവിറ്റി നടത്തും. നിങ്ങളിൽ തന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതിയായിരിക്കാം, മേക്കപ്പ് ചെയ്യുന്ന രീതിയായിരിക്കാം, നിങ്ങളെ തന്നെ നിങ്ങളെ തന്നെ കാണുന്ന രീതിയായിരിക്കാം. അതിലൊക്കെ ഭയങ്കര സന്തോഷം തോന്നും, അഭിമാനം തോന്നും. നിങ്ങളെ ഓർത്ത് ആനന്ദിക്കും, അഭിമാനിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസമാണ്. പ്രൗഡായിരിക്കും എന്നൊക്കെയാണ്. പിന്നെ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ബോസ്റ്റ് ചെയ്യുന്നത് കേൾക്കാനും പറ്റും. മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സൂപ്പറാണെന്നൊക്കെ പറയുന്നത് കേൾക്കുക അതുമാണ്. കാരണം നിങ്ങളെ മറ്റുള്ളവർ അഡോൺ ചെയ്യും. മറ്റുള്ളവർ നിങ്ങളെ അഡോൺ ചെയ്യുക മീൻസ് അവർ നിങ്ങളെക്കുറിച്ച് ബോസ്റ്റ് ചെയ്ത് സംസാരിക്കും, പുകഴ്ത്തി സംസാരിക്കുക, അങ്ങനെയൊക്കെ. അത് നിങ്ങൾ കേൾക്കാൻ, അത് കേട്ട് നിങ്ങൾക്ക് തന്നെ അഭിമാനം തോന്നാനും സാഹചര്യമുണ്ട്. വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ പ്രൗഡായിട്ടിരിക്കാൻ പറ്റും. ഈ പ്രൗഡ് എന്നുള്ള വാക്ക് നെഗറ്റീവാണ്, അത് വേറെ കാര്യം. നിങ്ങൾക്ക് നിങ്ങളെ ഓർത്ത് അഭിമാനിച്ചിരിക്കാൻ പറ്റും. പിന്നെ അത് ലുക്ക് വൈസ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നല്ല നല്ല അവസരങ്ങൾ ഓർത്തിട്ടായിരിക്കും. എന്ത് കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും നിങ്ങളതിൽ അഭിമാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളിങ്ങനെ ആരാധിക്കുന്ന പോലെ കാണുന്നുണ്ട്, അഡ്മയർ ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ അഡോൺ ചെയ്ത എന്ന വാക്ക് ഉദ്ദേശിച്ചത് മറ്റുള്ളവർ അവരുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ അലങ്കരിക്കുക എന്നാണ് കേട്ടോ. അവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നിങ്ങൾക്കൊരു അഭിമാനം തോന്നില്ല, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പാഷൻ, നിങ്ങൾക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലുക, അവിടെ കൂടുതൽ പഠനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ നിന്ന് പോയതാണെങ്കിൽ അത് വീണ്ടും പുനരാരംഭിക്കുക. അതൊക്കെയാണ് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ കാർഡ് പറയുന്നത്. വളരെ അബണ്ടൻ്റ് ആണ് കേട്ടോ. മാനിഫെസ്റ്റേഷൻ പവർ വളരെ കൂടുതലുള്ള ദിവസമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക. അത് നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാനിഫെസ്റ്റേഷൻ ലെവൽ കൂട്ടി കൊണ്ടുവരിക കേട്ടോ. മാനിഫെസ്റ്റേഷൻസ് വളരെ പോസിബിൾ ആണ്, പക്ഷേ കുറച്ചൊന്നും നിങ്ങൾ യൂണിവേഴ്സലി അലൈൻഡ് ആയിരിക്കണം. ഇന്ന് കുറച്ച് അലൈൻഡ് ആയിട്ടുള്ള ദിവസമാണ്. അത് പറഞ്ഞല്ലോ, ക്രിയേറ്റിവിറ്റിയുടെ കാർഡ് എന്ന് പറഞ്ഞാൽ എംപ്രസിൻ്റെ എനർജിയാണത്. യൂണിവേഴ്സലി അലൈൻഡ് ആയിട്ടുള്ള ദിവസം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ദിവസമായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് പോസിബിലിറ്റീസ്. ഇവിടെ ഇപ്പോൾ 2 കാർഡ്, 2ൻ്റെ കാർഡ് വന്നത് ഐസൊലേഷനും പോസിബിലിറ്റീസും പറയുന്നത് സാധ്യതകളെക്കുറിച്ചാണ്. ഇത് ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കുറച്ചധികം സമയം, നിങ്ങൾ ഒത്തിരി സമയം യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് സമയമൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യണം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, റിസെപ്റ്റിവിറ്റിയുടെ കാർഡിനകത്ത് സെൽഫ് ലവ് ചെയ്യാവുന്നൊരു കാര്യമാണ്. നിങ്ങളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം. ഇവിടെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, നിങ്ങൾ തന്നെ ഹീൽ ആവേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നു, ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനും പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പോസിബിലിറ്റീസ് എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ സാധ്യതകളെക്കുറിച്ചാണ്. എന്തൊക്കെ ഉണ്ട്, ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ 2 ഓഫ് സോഡിൻ്റെയും ഈ 2 ഓഫ് വാണ്ടിൻ്റെ എനർജി പറഞ്ഞ പോലെയാണ് കേട്ടോ. അതായത് തീരുമാനം എടുക്കണോ എന്നുള്ളൊരു സംശയവും എടുക്കണ്ടേ എന്നുള്ളൊരു സംശയമുണ്ട്. ആ സംശയം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എടുത്താലും എടുത്തില്ലെങ്കിലും പെയിൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എടുത്താൽ എന്ത്, എടുത്തില്ലെങ്കിൽ തീരുമാനം എടുത്താൽ എന്ത്, തീരുമാനം എടുത്തില്ലെങ്കിൽ എന്ത് എന്നുള്ള 2 ചോയ്സ് ഉണ്ടല്ലോ. അപ്പോൾ പോസിബിലിറ്റീസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ കൂടുതലായിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഏതോ ചിലപ്പോൾ ഒരാളെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം. ഇപ്പം നിങ്ങൾ ആമസോണിലൊക്കെ കയറിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ സെർച്ച് ചെയ്യത്തില്ലേ, കാർട്ടിൽ ആഡ് ചെയ്യത്തില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ സെർച്ച് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഉണ്ടോയെന്ന് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾ എത്ര സമയം സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, പിന്നെ ഏതൊക്കെയോ സൈറ്റ്സില്ലേ, ആ സൈറ്റ്സിലൊക്കെ നിങ്ങൾ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഈ കാർഡ് നമുക്ക് കുറേ ദിവസം കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ അധിക സമയം ഇങ്ങനെ സമയം കളയുന്നുണ്ട്. അത് മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ടാരോ കാണുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്കൊന്ന് റിക്കവേർഡ് ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകണത് പിന്നെയും ടാരോയിൽ വന്നിരുന്ന്
വെറുതെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് മാനിഫെസ്റ്റ് ചെയ്തിരിക്കരുത്. നിങ്ങൾക്ക് ആ പെയിനൊക്കെ ഹീൽ ചെയ്തിട്ട് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാരോ റീഡിങ് കാണുമ്പോഴത്തേക്കും കണ്ടില്ലെങ്കിൽ എന്തോ പറ്റുമോ എന്നുള്ളത് കൊണ്ട് കാണണ്ട. അങ്ങനെ വന്നാൽ നിങ്ങൾ ഹീലായി എന്നാണ് അർത്ഥം. അതായത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ, ടാരോ റീഡിങ്സ് കാണുമ്പോൾ അത് കാണാം എന്ന് തോന്നുന്നതും എന്നാൽ പിന്നെ കണ്ടേക്കാം എന്ന് തോന്നുന്നതും രണ്ടും രണ്ടാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്നാൽ പിന്നെ കാണാം എന്ന് തോന്നുന്ന ഫീലാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഹീലായി എന്നാണ് കുറേയൊക്കെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം, നിങ്ങൾ ടാരോയിൽ നിന്ന് മാറി പോകണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഇതിൽ ഇൻഡിസിഷനായിട്ട് ടാരോ റീഡിങ്സ് ഉണ്ട്, ഇന്ന് വരും നാളെ വരും, ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോകുക, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ പോസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് വേണോ വേണ്ടയോ അങ്ങനെ ഒരു ചാഞ്ചാട്ടത്തിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തീരുമാനങ്ങളെടുത്ത് വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് വളരെ സെർച്ച് ചെയ്ത് അതിൻ്റെ വരുംവരായികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകണം കേട്ടോ. നെക്സ്റ്റ് സ്ലോയിങ് ഡൗൺ ആണ്. പണം വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കാത്തിരുന്ന പണമായിരിക്കാം, കാത്തിരുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളിലേക്ക് വീണ്ടും വരുന്നുണ്ട്. അതായത് കുറച്ചൊരു സെപ്പറേഷൻ ഫേസിന് ശേഷം വീണ്ടും അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലേക്ക് എത്തേണ്ടതാണ്, പക്ഷേ അത് പല പല തടസ്സങ്ങൾ കൊണ്ട്, കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് അകന്ന് നിന്നത്. ഇന്നത് നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് സ്ലോയിങ് ഡൗൺ എന്ന് പറയുന്നത് കേട്ടോ. ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത ഇടങ്ങളിൽ നിന്ന് വിശ്വസിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വാക്കുകൾ, ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. സ്ലോയിങ് ഡൗൺ നൈറ്റ് ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡാണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ്. കുറേ സമയം എടുത്തിട്ടുണ്ടാവും, എങ്കിലും അത് നിങ്ങൾക്ക് ഇനി വിശ്വസിക്കാവുന്ന രീതിയിൽ വന്നു ചേരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പണം കാത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ പണം ഇന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആളുകളെ കാത്തിരിക്കുന്നവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഗൈഡൻസിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളിന്ന് പറഞ്ഞ പോലെ ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയായിരിക്കാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകുന്നതിനെ കുറിച്ചായിരിക്കാം, നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ അധ്യാപകരെ കാണുന്നതായിരിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരാളെ സമീപിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരാളോട് സംസാരിക്കുന്നതായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള, മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് വഴികാട്ടിയാവുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഗൈഡൻസ് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് കൺട്രോളാണ്. അപ്പം ഇതൊരു കൺട്രോൾ എന്ന് പറയുമ്പം കുറച്ചൊരു വഴക്കാളി സ്വഭാവം കൂടെ കാണും ഇന്ന ദിവസം. ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ കാണും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള ടെൻഡൻസി കാണും, വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി കാണും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് കൂടുതൽ ക്ഷമ ആവശ്യമുള്ള ദിവസമാണ്. നിങ്ങൾ വളരെ മച്ചുറായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാണ്. വളരെ ഇമ്പാർഷ്യലായിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിശക്തിയിൽ നിങ്ങൾക്ക് തന്നെ അഭിമാനം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി ഓർക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബോട്ടം വന്നിരിക്കുന്ന റൈപ്പ്നെസ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രൂട്ട് ഓഫ് ദ ലേബർ ഡേ ആണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം കിട്ടുന്ന ദിവസമാണ്. വളരെ പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ വളരെ പ്രാർത്ഥനയോടുകൂടി ഇരുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യവും നമുക്ക് സാധിച്ചു കിട്ടത്തില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് എനിക്കത് കിട്ടി എന്നോർത്ത് നന്ദി പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും താങ്ക് യു സോ മച്ച് പറയുക. താങ്ക് യു സോ മച്ച്. അതിപ്പം ആരോടൊന്നില്ല, നന്ദിയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയോടുകൂടി നന്ദിയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മറക്കരുത്. കാരണം കിട്ടിയതിൽ നന്ദി ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അതുപോലെ കിട്ടിയതിൻ്റെ ഒരു ഭാഗം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ നിങ്ങൾ കൊടുക്കാനായിട്ട് തയ്യാറാവണം. ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ഒരു കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുമോ, 100 രൂപയെങ്കിലും കൊടുക്കണേന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് ഒരുപാട് പൈസ അയച്ചു കൊടുത്തായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദോസ് ഹു ഹാവ് ഹെൽപ്ഡ് മീ ടു ഹെൽപ്പ് ദാറ്റ് ഗേൾ കേട്ടോ. ആ പെൺകുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ ഞാനൊരു ചാലകമായി എന്നുള്ളതിൽ ഐ ആം വെരി മച്ച് താങ്ക്ഫുൾ. കാരണം എൻ്റെ ഒരു അക്കൗണ്ടിട്ടായിരിക്കും നിങ്ങൾ ഒത്തിരി പേര് പൈസ അയച്ചു. എന്നിട്ട് ആ പൈസ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ചു തന്നു. ചിലർ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് ഞാൻ കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്തു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നല്ല മനസ്സുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അതുപോലെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ ഉടനെ ചെയ്യുകയും ചെയ്തപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളെന്തോ ടാരോ വായിക്കും, നിങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയും.
റീഡിങ് എടുക്കുന്നു എന്നൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ വാക്ക് കേൾക്കുന്ന ആളുകളുണ്ടെന്ന് കേൾക്കുന്നതും അറിയുന്നതും ഭയങ്കര ഒരു സുഖമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളിലൂടെ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തി എന്നുള്ളത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. അവിടെ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പേയ്മെൻറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ. വളരെ 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 നന്ദിയുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ പറ്റുവാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടൊരു റിലേഷൻഷിപ്പ് റീഡിങ് ഇടാം. അപ്പോൾ തൽക്കാലം ഗൈഡൻസ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഇടുന്നില്ല, അത് ഞാനൊരു റീഡിംഗ് ആയിട്ട് തന്നെ ഇട്ടുതരാം. ഇതിപ്പോൾ നമുക്ക് ഗൈഡൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസും കൂടെ നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച്, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കാണുന്നത് അതിന് വേണ്ടിയിട്ടൊരു ഒരു ഫ്യൂ മന്ത്സ്, ഒരു കുറച്ച് മാസം കൂടെ നിങ്ങളൊന്ന് കാത്തിരിക്കണം. ചിലപ്പോൾ നെക്സ്റ്റ് മന്ത് ആയിരിക്കാം. ഏറ്റവും നല്ലത് അടുത്ത മാസം. ഇപ്പോൾ ഈ മാസം സംഭവിക്കാൻ സാധ്യതയില്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്ക് അത് സംഭവിച്ചതിന് നന്ദി അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് അടുത്ത മാസം തന്നെ സംഭവിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. പിന്നെ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്യൂ വീക്സിലൂടെ തന്നെ സംഭവിക്കും. അതെന്താ അറിയാമോ, ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ വന്നു കിട്ടും. ചില കാര്യങ്ങൾ നമ്മൾ ഡിമാൻഡ് ചെയ്യേ വേണ്ട, നമ്മളതിനെ വിട്ട് കളഞ്ഞാൽ മാത്രം മതി, അത് നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ നമ്മുടെ എഫേർട്ടിലൂടെ വരുന്ന കാര്യങ്ങളും ഉണ്ട്, യൂണിവേഴ്സായിട്ട് നമുക്ക് കൊണ്ട് തരുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങൾക്ക് നല്ലത് എപ്പോഴും നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഒരു യെസ് കാർഡാണ് വന്നിട്ടുള്ളത്. അതുപോലെ ബോട്ടം ട്രസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് സംഭവിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ റീഡിങ്ങിന് വേണ്ടി കാത്തിരുന്ന ഒരുപാട് പേരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണെന്ന് ഞാൻ റീഡിങ് ഇട്ടത്. ഇന്നലെ എനിക്ക് തീരെ സമയം കിട്ടിയില്ല അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ രാത്രി 12 മണിക്കാണ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് രാത്രി 12 മണിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതിന് ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ആദ്യം പറയാത്തത്, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് കുറേ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താണ് കാണാത്ത ഒരുപാട് പേരുണ്ട്. കാരണം ഞാൻ അനാലിറ്റിക്സ് നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ 24%, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ 76%. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണല്ലോ കൂടുതൽ പേര് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ.